ജെഇയുടെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആദ്യത്തെ 3 ദിവസങ്ങൾ, അതായത് 22, 23, 24 തീയതികളിലെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് റിലീസായിരിക്കുന്നത്. ബാക്കിയുള്ളത് പിന്നാലെ വരികയുള്ളൂ. അപ്പോൾ ഏത് അഡ്മിറ്റ് കാർഡ് വന്നാലും പ്രൊസീജിയർ സെയിം തന്നെയാണ്, എക്സാമിൻ്റെ ഡേറ്റ് മാത്രമേ മാറൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ, ആദ്യ പേജിൽ തന്നെ റോൾ നമ്പർ ഉണ്ടാവും, കാൻഡിഡേറ്റിൻ്റെ പേരുണ്ടാവും, ജെൻഡർ, ഏത് കാറ്റഗറിയാണ്, ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ, ആപ്ലിക്കേഷൻ നമ്പർ എന്താണ്, അതുപോലെ ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, സ്ക്രൈബ് ആവശ്യമുള്ള കുട്ടിയാണോ, ഇതൊക്കെ അതിലുണ്ടാവും. ഇവിടെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, അതേപോലെ കുട്ടിയുടെ സിഗ്നേച്ചറും ഉണ്ടാവും. ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻ്റ് തന്നെ അല്ലെങ്കിൽ കൊടുത്ത ഡീറ്റെയിൽ അനുസരിച്ച് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫോട്ടോഗ്രാഫിൻ്റെ താഴെയായിട്ട് ടെസ്റ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ആരുടേതാണോ ആ കുട്ടി പേപ്പർ 1, അത് BE ടെക്കിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്ലൈഡ് ഫോർ BE ടെക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷാണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 23-ാം തീയതിയാണ് കുട്ടിയുടെ എക്സാം. ഏത് ഷിഫ്റ്റിലാണ്? സെക്കൻഡ് ഷിഫ്റ്റിലാണ്. എപ്പോഴാണെന്ന് നോക്കുക, 3 മണി തുടങ്ങി 6 മണി വരെയാണ്. അതിൽ ഈ 3 മണിയുടെ എക്സാമിന് കുട്ടിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയം 1 മണിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇത് പലർക്കും പലതായിരിക്കും. ചിലർക്ക് രാവിലെ 7 മണിയായിരിക്കും, 8:30 എക്സാം. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം മസ്റ്റാണ്, ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. ഇനി ഗേറ്റ് ക്ലോസിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട് 2:30, അതായത് 3 മണിയുടെ എക്സാമിന് 2:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അതായത് ഈ 2:30 ശേഷം ഈ 1 മണിക്ക് പറഞ്ഞിരിക്കുന്ന കുട്ടി 1 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയാലും പ്രശ്നമില്ല. പക്ഷേ 2:30 മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. 2:30 കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളെ എക്സാം ഹോളിൽ കയറ്റി വിടില്ല. അത് മറന്നു പോകരുത്. അതേപോലെ കുട്ടി അപ്ലൈ ചെയ്യാൻ നേരത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ആധാറാണ്. അപ്പോൾ ഈ ആധാർ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോവുകയും വേണം. അത് ഞാൻ പിന്നീട് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റിൽ ഓർമ്മിപ്പിക്കാം. പിന്നെ രജിസ്റ്റേർഡ് നമ്പറിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് നടക്കുന്ന സെൻറ്ററിൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സ് ഇവിടെയുണ്ട്. ഇവിടെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. റിപ്പോർട്ടിംഗ് ടൈം ഓർക്കുക. അപ്പോൾ നിർബന്ധമായിട്ടും ഏത് ദിവസമാണ്, എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് സെഷനിലാണ് എക്സാം, ഗേറ്റ് ക്ലോസിംഗ് ടൈം എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഫസ്റ്റ് പേജിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കഴിഞ്ഞു, ടെസ്റ്റ് ഡീറ്റെയിൽ കഴിഞ്ഞു. അവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ഈ സെൽഫ് ഡിക്ലറേഷനിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെൽഫ് ഡിക്ലറേഷനിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കി എന്നുള്ളതാണ്. ഇനി അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് jemain.nta.nic. എന്നുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി അഡ്മിറ്റ് കാർഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഫിഡവിറ്റ് ആണ്, സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഇത് വായിച്ചതിന് ശേഷമാണ് കുട്ടി സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കുട്ടിയുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്തിരിക്കണം. അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെയാണ് ഇവിടെയും നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യണം. അത് വീട്ടിൽ നിന്ന് പേസ്റ്റ് ചെയ്യണം. ഈ സ്ഥലത്ത് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ്, അതും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ നിങ്ങൾ തമ്പ്, ഇവിടെ ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്തിരിക്കണം, ഇവിടെ തമ്പ് ഇംപ്രഷനും പേസ്റ്റ് ചെയ്തിരിക്കണം. ലെഫ്റ്റ് ഇടത് കൈയുടെ തള്ളവിരലാണ് നിങ്ങൾ ഇംപ്രഷൻ എടുക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നേച്ചർ നിങ്ങൾ ഇടരുത്. ഇത് നിങ്ങൾ എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ്. ഈ ഫോട്ടോയും പേസ്റ്റ് ചെയ്യണം, വീട്ടിൽ നിന്ന് തമ്പ് ഇംപ്രഷനും ഒക്കെ എടുത്തിട്ടേ പോകാവൂ. പക്ഷേ സിഗ്നേച്ചർ നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിട്ട് ഇടാവൂ, മുമ്പ് ഇടരുത്. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ പേജിലേക്ക് വരുന്നു. രണ്ടാമത്തെ പേജിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുമ്പ്, അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് പെർമിറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. ടു ലീവ് ദ എക്സാം ഹോൾ ബിഫോർ ദ എൻഡ് ഓഫ് എക്സാമിനേഷൻ കഴിയുന്നതിന് മുമ്പ്. എന്നാൽ നിങ്ങൾക്ക് നേരെ തിരിച്ച് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി ബയോ ബ്രേക്ക് ഉണ്ട്, അതിന് സമ്മതിക്കും. പക്ഷേ ആ സമയം അഡീഷണൽ തരില്ല, അതും ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ഇതിൽ പറഞ്ഞിട്ട് അഡ്മിറ്റ് കാർഡ് കണ്ടെയ്ൻ 4 പേജസ്. ഒന്നാമത്തെ പേജാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അഡ്മിറ്റ് കാർഡിൻ്റെ മെയിൻ പേജ്, അണ്ടർടേക്കിംഗ് ഉൾപ്പെടെ. രണ്ടാമത്തേത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ പേജ്. ഈ പേജിന് ഇത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാമത്തെ പേജ് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അഡ്വൈസറി, റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ പേജ്
നോൺ ആധാർ കാൻഡിഡേറ്റ്, ആധാർ അല്ല മറ്റേതെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ടതാണ്. ആധാർ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് ആരുടേതാണോ ആ കുട്ടി ആധാർ കാർഡാണ് കൊടുത്തിരുന്നത്, ഞാൻ മുമ്പ് കാണിച്ചു. അത് ആധാർ കാർഡ് കൊടുത്ത കുട്ടികൾ ഇത് കൊണ്ടുപോകേണ്ടതില്ല. ആധാർ കാർഡ് കൊടുക്കാത്ത കുട്ടികളാണ് ഈ 4ാമത്തെ പേജ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് പേജ് കൊണ്ടുപോകണം? 1ാമത്തെ പേജ് കൊണ്ടുപോവുക. ആധാർ കൊടുത്തിട്ടില്ലാത്ത കുട്ടികൾ നോൺ ആധാർ കാൻഡിഡേറ്റ് ആണെങ്കിൽ 4ാമത്തെ പേജ് കൊണ്ടുപോവുക. ഈ 2 പേജ് കൊണ്ടുപോയാൽ മതി. അതിൽ ഫസ്റ്റ് പേജ് എല്ലാവരും നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഈ ഫസ്റ്റ് പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്. കളർ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല, എന്നാലും പ്രിഫറബിളി കളർന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ എടുക്കുകയായിരിക്കും നല്ലത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പറ്റുമെങ്കിൽ കളർ എടുക്കുക എന്ന് മാത്രം. അത് കുറച്ച് ഫോട്ടോ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അതായിരിക്കും സേഫ്. ഓക്കെ. ഇനി അതേപോലെ റിലീജിയസ് ഡ്രസ്സ് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലണം. ഗേറ്റ് ക്ലോസിംഗ് വരെ വെയിറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് മുമ്പ് ഈ ഗേറ്റ് ക്ലോസിംഗ് കഴിഞ്ഞാൽ പെർമിറ്റ് ചെയ്യില്ല ഹോളിലേക്ക് കയറാൻ. അതുപോലെ എക്സാം കഴിയാണ്ട് കോമ്പൗണ്ടിൻ്റെ വെളിയിലും നിങ്ങളെ വിടില്ല. ഇനി എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ പെർമിറ്റ് ചെയ്യുക എന്നുള്ളത്? ഒന്നാമത്തേത് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്കൊരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, മെറ്റലോ അല്ലെങ്കിൽ കളേർഡോ ഒന്നും ആയിരിക്കരുത്. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ പെർമിറ്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ പെന്ന് നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. ഒരു സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം. അങ്ങനെ ഒരു പെന്ന് പെർമിറ്റ് ചെയ്യും. അതേപോലെ അഡ്മിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു, ആ ഫസ്റ്റ് പേജേ ആവശ്യമുള്ളൂ. ആധാർ ഇല്ലാത്തവർ 4th പേജ് കൂടി എടുക്കുക. ബെറ്റർ അത് കളർ എടുക്കുകയാണ്, നിർബന്ധമല്ല കളർ. ദെൻ അഡീഷണൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഒരെണ്ണം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ അറ്റൻഡൻസ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടി. അപ്പോൾ എത്ര പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം? 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇനിയുള്ളത് ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്. ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോ കോപ്പി ആയിരിക്കരുത്, പ്രിൻ്റ് ഔട്ട് ആയിരിക്കരുത്. ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ആയിരിക്കണം. ഏത് ഐഡിയാണ്? നിങ്ങൾ അപ്ലോഡ് ചെയ്ത അതേ ID. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ഈ കുട്ടി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആധാറാണ്. അപ്പോൾ ആധാറിൻ്റെ ഒറിജിനൽ തന്നെ. എന്താണോ നിങ്ങൾ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ ഒറിജിനൽ ID കൊണ്ടുപോകണം. ആർക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഡ്രോയിങ് ടെസ്റ്റിന് വേണ്ടി അവർക്ക് ജോമെട്രി ബോക്സ് കൊണ്ടുപോകാം, പെൻസിൽ കൊണ്ടുപോകാം, ഇറേസർ കൊണ്ടുപോകാം, കളർ പെൻസിൽ കൊണ്ടുപോകാം, ക്രയോൺ കൊണ്ടുപോകാം. പക്ഷേ എന്തു പറ്റില്ല? വാട്ടർ കളർ പെർമിറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ബോക്സ്, ജോമെട്രി ബോക്സ് കൊണ്ടുപോകാം, പെൻസിൽ, ഇറേസർ, കളർ പെൻസിൽ, ക്രയോൺ ഒക്കെ കൊണ്ടുപോകാം. അപ്പോൾ അത് അവിടുന്ന് തരില്ല, നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. നേരെ തിരിച്ച് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിവൈസുകളോ മൊബൈൽ ഫോണുകളോ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ ഡ്രസ് കോഡിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ഷൂസ് പെർമിറ്റ് ചെയ്യില്ല. തിക്ക് സോളുള്ള ഫുട്വെയർ, ചെരുപ്പുകൾ പെർമിറ്റ് ചെയ്യില്ല. ലാർജ് ബട്ടൺസ് ഉള്ള ഗാർമെൻറ്റ്സും പെർമിറ്റ് ചെയ്യില്ല. അതായത് സിമ്പിൾ ഡ്രസ്സായിരിക്കണം, സിമ്പിൾ ചപ്പലായിരിക്കണം. ഓക്കെ. ഒരുപാട് ഓവർ കോട്ടുള്ള, ഒരുപാട് ഫോൾഡിങ്ങുകളുള്ള, ഓവർ കോട്ടുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. സാധാ നോർമൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിൽ പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് അതിനിടയ്ക്ക് ബയോ ബ്രേക്ക്, ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ തിരിച്ച് കയറുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതേ ഫ്രിസ്കിംഗ് പ്രോസസ്സ്, നിങ്ങൾ വീണ്ടും ഒരു ചെക്കിൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങളെ തിരിച്ച് ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. അതുപോലെ റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലാങ്ക് ഷീറ്റ് നിങ്ങൾക്ക് അവിടുന്ന് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മേലെ നിങ്ങളുടെ പേരും റോൾ നമ്പരും എഴുതണം. എന്നിട്ട് എക്സാം കഴിയുമ്പോൾ ഇത് നിങ്ങൾ അവിടുത്തെ ഡ്രോപ്പ് ബോക്സിൽ ഇട്ടിട്ടേ വരാവൂ, കൊണ്ടുവരാൻ പറ്റില്ല. അതേപോലെ അഡ്മിറ്റ് കാർഡും നിങ്ങളവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ തിരിച്ച് തന്നുവിടില്ല, നിങ്ങളവിടെ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിക്കുക. കാരണം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്കത് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ട്, അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി നിങ്ങൾ എടുത്ത് വെച്ചേക്കുക. അതിൽ ഫോട്ടോയും പേസ്റ്റ് ചെയ്യേണ്ട, തമ്പ് ഇംപ്രഷനും വേണ്ട, സിഗ്നേച്ചറും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചേക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഫോണിലോ മറ്റോ സേവ് ചെയ്തിട്ടേക്കുക. കാരണം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വരും. കാരണം ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിവെക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.